ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വീട്ടുമുറ്റത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം ഒരുക്കാം. അതിൻ്റെ പാർട്ട് 4 ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം പാർട്ട് 3യും ചാനലിലുണ്ട്. ഒന്ന് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇന്ന് ചെടിച്ചട്ടി എങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ്. ഇത് ബിഗിനേഴ്സിന് വളരെ പ്രയോജനമാകും. അപ്പോൾ കണ്ടു നോക്കണേ. ചെടിച്ചട്ടി തിരഞ്ഞെടുക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെടിയുടെ വലിപ്പം, അതായത് പ്ലാന്റ് സൈസ്. വേരുകൾക്ക് വളരാൻ ആവശ്യമായ ഒരു ഇടം വേണം. അപ്പോൾ അതിന് വലിയ ചെടികളാണെന്നുണ്ടെങ്കിൽ വലിയ ചെടിച്ചട്ടി സെലക്ട് ചെയ്യുക. ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ചട്ടി മതിയാകും. അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അനുസരിച്ച് വേണം നമ്മൾ ചട്ടിയെ സെലക്ട് ചെയ്യാനായിട്ട്. ഇത് കണ്ടോ, ചെറിയ കുഞ്ഞൻ ചട്ടി, ഒരു 15 രൂപയേ ഉള്ളൂ, ചെറുത്. ഇത് ചെറിയ ചെടികൾ നടാനായിട്ട് ഉള്ളതാണ്. ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് ചട്ടി മാറ്റി കൊടുക്കാം. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആവശ്യത്തിന് വെള്ളം വാർന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാകണം ചട്ടികളിൽ. അപ്പം വെള്ളം കെട്ടി നിൽക്കാതിരിക്കണം. അതിന് നമ്മൾ നല്ല ഹോൾസ് ഉള്ള ചെടിച്ചട്ടി മാത്രം സെലക്ട് ചെയ്യുക. അത് നിർബന്ധമുള്ള കാര്യമാണ്. നല്ല ഹോൾസ് ഇടണം. ഇല്ലെങ്കിൽ നമ്മളത് ഇട്ട് കൊടുക്കണം. ഹോൾസ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ചെടി നട്ട് വെക്കാവുള്ളൂ. പിന്നെയുള്ളത്, ചെടിച്ചട്ടി നമുക്ക് പല മെറ്റീരിയലിൽ കിട്ടാറുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പിന്നെ ഉള്ളത് സെറാമിക്കിൻ്റെ ഉണ്ട്, അതേപോലെ തന്നെ മണ്ണിൻ്റെ, പിന്നെ സിമെൻറ്റ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത് ഉണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ സെറാമിക് പോട്ടുകളാണ്. ഈ ഒരു ഷോപ്പിൽ ഈ സെറാമിക്കിന് തന്നെ ഒരു പ്രത്യേക സെക്ഷന് ഉണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാൻ, കളർഫുള്ളാണ്, പക്ഷേ നല്ല വെയിറ്റ് ഉണ്ട്, അതേപോലെ വിലയും കൂടുതലാണ്. അപ്പോൾ ഇത് ചിലർക്കിത് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഈ സെറാമിക് പോട്ടുകൾ. അങ്ങനെയുള്ളവർക്ക് ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. വില കൂടുതലാണെന്ന് മാത്രം. ഈ ഒരു ഷോപ്പിൽ സെറാമിക്കിൻ്റെ തന്നെ പല വലിപ്പത്തിലുള്ളതും ചെറുതും ഒക്കെ ആയിട്ട് ഇഷ്ടം പോലെ കളക്ഷൻ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും. കളർഫുള്ളായിട്ടുള്ള കുറേ വെറൈറ്റി ഉണ്ട്. അപ്പോൾ അത് താല്പര്യമുള്ളവർ അത് സെലക്ട് ചെയ്യുക. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടികൾ, അത് നമ്മൾ മിക്കവരും ഇപ്പം പ്ലാസ്റ്റിക്കാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ അത് ഭാരം കുറവായിരിക്കും, വിലക്കുറവുണ്ട്, ഈർപ്പം കൂടുതൽ നിലനിർത്തും കേട്ടോ ഈ പ്ലാസ്റ്റിക്കിൽ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. പിന്നെ ടെറാക്കോട്ട പോട്ട്, അത് നല്ല വായു സഞ്ചാരം ഉണ്ടാകും. അങ്ങനെയുള്ള പോട്ടുകളിൽ മണ്ണ് വേഗം ഉണക്കും. അങ്ങനെ ടെറാക്കോട്ട പോട്ടിൽ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ചൂട് കാലത്തിനൊക്കെ നല്ലതാണ് ടെറാക്കോട്ട പോട്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെളിച്ചം, സൺലൈറ്റ്. ചെടിക്ക് എത്ര വെളിച്ചം വേണം, ചട്ടി എവിടെയാണ് വെക്കേണ്ടത് എന്ന് നമ്മൾ ഇതിനനുസരിച്ച്, സൺലൈറ്റിനനുസരിച്ച് തിരഞ്ഞെടുക്കുക. ഇൻഡോർ വെക്കണോ ഔട്ട്ഡോർ വെക്കണോ എന്നൊക്കെ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ്. വീടിനകത്തോ പുറത്തോ വെക്കുമ്പോൾ നമ്മൾ നല്ല ഭംഗിയുള്ള ചട്ടി തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ചില ചെടികൾ നല്ല ഭംഗിയുള്ള ചട്ടിയിൽ വെക്കുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ഭംഗിയുണ്ടാകുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ വാട്ടർ ലില്ലിയൊക്കെ വളർത്തുന്ന പോട്ടാണ് കേട്ടോ. ഈ ഒരു പോട്ട് നോക്കിയേ, ഇതിലൊക്കെ മണി പ്ലാന്റ് സെറ്റ് ചെയ്ത് ഇൻഡോറിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മുടെ ഓർക്കിഡ് നടാനായിട്ട് നല്ല ഹോൾസ് ഉള്ള ചട്ടികൾ മാത്രം സെലക്ട് ചെയ്യുക. എയർ കൂടുതൽ പാസ് ചെയ്താലേ ഓർക്കിഡ് ചെടിയൊക്കെ നന്നായിട്ട് വളരുകയുള്ളൂ. അപ്പോൾ അതിന് അങ്ങനത്തെ ചട്ടികൾ. ഇത് നമ്മുടെ വെർട്ടിക്കൽ ഗാർഡന് വേണ്ടിയിട്ടുള്ള, ഇവിടെയൊക്കെ ഇരിക്കുന്നത് കണ്ടോ, ഓർക്കിഡിൻ്റെ പോട്ടുകളാണ്, ഹോൾസ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളത് സെലക്ട് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.